പൂരം കലക്കൽ പരാമർശിക്കാതെ CPI സമ്മേളനത്തിലെ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ട്. തൃശൂരിലെ VS സുനിൽകുമാറിന്റെ പരാജയത്തെക്കുറിച്ചും റിപ്പോർട്ടുകളിൽ പരാമർശമില്ല. CPI രാഷ്ട്രീയമായി ഏറ്റെടുത്ത ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും റിപ്പോർട്ടിൽ ഇടം പിടിച്ചില്ല. രാഷ്ട്രീയ റിപ്പോർട്ടിനുമേലുള്ള ഗ്രൂപ്പ് ചർച്ചയിൽ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അരുൺരാജ്, ഈ CPI രാഷ്ട്രീയമായി ഏറ്റെടുത്ത വിഷയങ്ങളാണ്. MR അജിത് കുമാറിന്റെ വിഷയമായാലും തൃശ്ശൂരിലെ തോൽവിയായാലും ഒക്കെ അതൊന്നും പരാമർശിക്കാതെയാണ് ഈ പ്രവർത്തന റിപ്പോർട്ട്, രാഷ്ട്രീയ റിപ്പോർട്ട് വരുന്നത് എന്നുള്ളതിൽ വലിയ വിമർശനം പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് വരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. പൊതുചർച്ച തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? സർക്കാരിനെതിരെ, പാർട്ടി നേതൃത്വത്തിനെതിരെയൊക്കെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ അരുൺരാജ്? റിജിത്ത്, ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ ഈ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ചയിലാണ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പരാമർശവും ഈ റിപ്പോർട്ടിൽ ഇല്ലാത്തതിനെതിരെ ഗ്രൂപ്പ് യോഗത്തിൽ അംഗങ്ങൾ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചത്. കാരണം പാർട്ടിയെ പോലും പ്രതിസന്ധിയിലാക്കിയ, പാർട്ടിയെ വളരെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് തൃശ്ശൂരിലെ തോൽവി. അതിൽ പൂരം കലക്കലുമായി ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് പരാമർശമുണ്ടായില്ല. ഇത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന ചോദ്യമാണ് പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. കാരണം ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് പഠിക്കേണ്ടത് പാർട്ടിയുടെ അടിസ്ഥാനപരമായ കടമയാണ്, അല്ലെങ്കിൽ അത് ഉത്തരവാദിത്തമാണ്. അത് ഇവിടെ നിറവേറ്റുന്നില്ല. അക്കാര്യങ്ങളൊന്നും തന്നെ പരാമർശിക്കാതെ ഒരു വെള്ളപൂശുന്ന റിപ്പോർട്ടാണ് ഈ പ്രതിനിധികൾക്ക് മുമ്പാകെ എത്തിച്ചത്. ഈ റിപ്പോർട്ടിന്മേൽ കൂടുതൽ ചർച്ചകൾക്ക് ഇടയാക്കണം എന്നുള്ളതാണ് പ്രതിനിധികൾ ഗ്രൂപ്പ് യോഗത്തിൽ ആവശ്യപ്പെട്ടത്. അത് തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഗ്രൂപ്പ് പ്രതിനിധികൾ ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് MR അജിത് കുമാറിന്റെ വിഷയമാണ്. MR അജിത് കുമാറിന്റെ വിഷയം CPI രാഷ്ട്രീയപരമായി സംസ്ഥാനത്തിലടക്കം ഏറ്റെടുത്തതാണ്. കാരണം സർക്കാരിനുള്ളിൽ തന്നെ CPI ഒരു വേറിട്ട ശബ്ദമായി മാറുന്നു എന്ന തോന്നൽ പോലും അഘട്ടത്തിൽ ഉണ്ടായതാണ്. പക്ഷേ MR അജിത് കുമാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പരാമർശവും പ്രവർത്തന റിപ്പോർട്ടിലോ രാഷ്ട്രീയ റിപ്പോർട്ടിലോ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ MR അജിത് കുമാറിനെ തലസ്ഥാനത്ത് നീക്കിയതിൽ പോലും ഈ പാർട്ടി ഇടപെടലാണ്, പാർട്ടിയുടെ CPIയുടെ ഇടപെടലാണ് എന്ന് പോലും പരാമർശിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം പോലും അത് മുന്നോട്ട് വെക്കുന്നു. ഈ കാര്യങ്ങൾ അത് BJPക്കാണ് കൂടുതൽ ഗുണം ചെയ്യുക. ഈ പ്രവർത്തന റിപ്പോർട്ടും രാഷ്ട്രീയ റിപ്പോർട്ടും പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഗൗരവമായ ചർച്ചകൾ വേണം എന്ന ആവശ്യമാണ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പൊതുചർച്ചയിൽ ഇപ്പോൾ ഈ വലിയ രീതിയിൽ നേതൃത്വത്തിന്റെ വിമർശനം ഉയരാൻ സാധ്യതയുണ്ട്. കാരണം തൃശൂർ പൂരവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംഭവങ്ങളും അത് CPIക്ക് ഒരു സീറ്റ് നഷ്ടപ്പെടുകയും BJPക്ക് പകരം സീറ്റ് ലഭിക്കുകയും ചെയ്ത സാഹചര്യം അടക്കം വിശദമായി ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പ്രതിനിധികളുടെ ആവശ്യം. എന്തായാലും പൊതുചർച്ചയിൽ ഈ വിമർശനങ്ങൾ വലിയ ശക്തമായ തോതിൽ ഉയരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, അരുൺരാജ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി പൊതുചർച്ചയിൽ എന്തൊക്കെ വിമർശനങ്ങൾ ഉയർന്നു വരും എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.